ഞാൻ ഉറങ്ങാണ്ട് ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യം എന്താണെന്നറിയോ? ഇച്ചിരി ചെമ്പ് വന്ന് കൈ കയറുമ്പോൾ നമ്മളെ കേരളത്തിലെ തന്തമാര് കുട്ടികളുടെ പെട്ടി പാക്ക് ചെയ്ത് തുടങ്ങും. ഊട്ടിയിലെ സ്കൂളിൽ പഠിപ്പിക്കാനേ. എന്തുട്ടിന് എൽവിൻ്റെ ബാഗ്, ഗുച്ചിൻ്റെ ചെരുപ്പ്, ബർലൂട്ടിൻ്റെ ഗ്ലാസ്, ഊട്ടിയിൽ പഠിക്കുന്ന കുട്ടി, ഇതൊക്കെ അത്ര ഇപ്പം സക്സസിൻ്റെ തെർമോമീറ്റർ. ഗാന്ധിൻ്റെ നാട്ടിലാണേ വീണ്ടും ഈ യൂറോപ്യൻ ചെരുപ്പ് വാക്കല്. അതെന്തൊട്ട് തേങ്ങെങ്കിലും ആട്ടെ. നമ്മളിവിടെ മുല്ലപ്പെരിയാർ എപ്പളാ പൊട്ടെന്നും പറഞ്ഞ് പേടിച്ചിരിക്കുമ്പോഴാണ് ഇവൻ്റെ ഒരു ഗുച്ചി. അത് പോട്ടെ, കാര്യത്തിലേക്ക് വരാം. അങ്ങനെ നമ്മുടെ പത്മ കുറച്ചുകൂടി ഒറ്റപ്പെടുക. കുട്ടീനെ ഊട്ടിക്ക് വിടുകയല്ലേ. പത്മ എംപ്ലോയിഡ് അല്ലല്ലോ, അല്ലെങ്കിൽ ഒന്ന് പ്രതിരോധിക്കായിരുന്നു. അതെ, അപ്പൂന് ഊട്ടി ചേർക്കേണ്ട കാര്യമുണ്ടോ? കാര്യമുണ്ട്. ഈ ഊട്ടി പഠിക്കുന്ന പിള്ളേർക്ക് ഒരുതരം റിഫൈൻമെൻ്റ് ഉണ്ടാവും. അത് ഇവിടുത്തെ സ്കൂൾസിൽ നിന്ന് കിട്ടില്ല, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഡിക്ഷൻ്റെ കാര്യത്തിൽ. എന്താ എന്ന് വെച്ചാൽ ഉച്ചാരണം. അവിടെ ഗുഡ് ഷെപ്പേർഡിലും ലോറൻസിലും ഒക്കെ പഠിച്ചിറങ്ങുന്ന പിള്ളേർക്കൊരു വേറെ ബ്രീഡാണ്. ഹലോ ഹലോ രവി, ഡോക്ടർ മാലിനാണ്. ആ ഡോക്ടർ, ഇതെന്താ നമ്പർ മാറിയോ? നമ്പറൊക്കെ പഴയത് തന്നെ, തൻ്റെ ഇല്ലെന്ന് പറ. പിന്നെ ഒരു ചെറിയ കൊട്ടാരമൊക്കെ വാങ്ങിച്ചെന്ന് കേട്ടു. അയ്യോ, അത്രയ്ക്കൊന്നുമില്ല. അങ്ങോട്ടേക്ക് താമസം മാറിയോ? പിന്നെ 4-5 മാസമായി. ഞാനൊന്ന് പാലയാച്ചന് ഡോക്ടർക്ക് ഇൻവിറ്റേഷൻ ഒന്നും എനിക്ക് കിട്ടിയില്ല, താൻ അയച്ചുമില്ല. അത് വിട്. എടോ, ഞാൻ വിളിച്ചതേ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബന്ധു. പുള്ളിക്ക് ഫീമെയിൽ സൈക്കോളജിസ്റ്റോട് സംസാരിക്കാൻ അത്ര കംഫർട്ടബിൾ അല്ല. തന്നെ കുറിച്ച് എവിടെ നിന്നോ കേട്ടിട്ട് തന്നെ കാണണമെന്നാ. ഒന്നങ്ങോട്ട് അയച്ചോട്ടെ. അത് ഡോക്ടർ ചോദിക്കണ്ടോ? വിട്ടോളൂ. താങ്ക് യു. ജയ, ഒരു മിനിറ്റ്, ഒരു മെസ്സേജ് അയക്കണം. ഓക്കെ. ഓക്കെ, സോ പറയൂ. My wife is having a lesbian relationship. ഓക്കെ. ഞാൻ മോസ്റ്റ്ലി ട്രാവലിംഗ് ആണ് സാർ. അവൾക്ക് വന്നുകൊണ്ടിരുന്ന ഒരു യോഗ ഇൻസ്ട്രക്ടർ, they somehow got involved. സത്യം പറഞ്ഞാൽ എനിക്ക് ആ റിലേഷനിൽ പ്രശ്നമൊന്നും തോന്നിയിരുന്നില്ല. ആണല്ലല്ലോ, പെണ്ണല്ലേ. എൻ്റെ വൈഫ് വളരെ ഫോർത്രൈറ്റ് ആയിരുന്നു ആ കാര്യത്തിൽ. അവൾ ഒളിച്ചു വെക്കാനൊന്നും നിന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ യോഗ ഇൻസ്ട്രക്ടർ അവരിവളുടെ കാര്യത്തിൽ ഭയങ്കര പൊസസീവ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വീട്ടിലുള്ള സമയങ്ങളിൽ വൈഫിന് മിഡ് നൈറ്റ് കോൾസ്, വീട്ടിലേക്ക് ലൈറ്റ്നിങ് വിസിറ്റ്സ്. ഇതാണ് ജയന്റെ വേർഷൻ. ഫുൾ കള്ളത്തരമാണ് സാർ. ഹീസ് എ പെർവേർട്ട്. മായ, മൈ യോഗ ഇൻസ്ട്രക്ടർ, അവളാണ് എന്നെ പലപ്പോഴും സേവ് ചെയ്യാറ്. ഹീ സ്മോക്സ് വീഡ്. കഞ്ചാവ് വലിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ കാണുന്ന ആളേ അല്ല. ഹീ പേഴ്സസ് മീ ഫോർ വൈൽഡ് തിങ്സ്. അഫ്കോഴ്സ് ഇപ്പം ഞാനും മായയും തമ്മിൽ ഫ്രണ്ട്ഷിപ്പിനേക്കാൾ മേലെയുള്ളൊരു ബന്ധമുണ്ട്. ബട്ട് അത് വെറും സെക്ഷൽ അല്ല. വി കണക്ട് ഓൺ എ കോസ്മിക് ലെവൽ, യു നോ. ആക്ച്വലി മായ എന്ന പുള്ളിക്കാരി എന്നെ കൊല്ലുമെന്ന് പേടിയുണ്ട് സാർ. വിഷം തന്നോ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചോ, അതാണല്ലോ പൊതുവെയുള്ളൊരു ഇതിപ്പോൾ. നിങ്ങൾ രണ്ടുപേർക്കും ഒരു ഡിവോഴ്സിന് താല്പര്യമില്ലാത്തതുകൊണ്ടൊരു വയബിൾ സൊല്യൂഷൻ ഞാൻ പറയാം. ഓക്കെ. മായ, നിങ്ങളുടെ യോഗ ഇൻസ്ട്രക്ടർ.
ഇയാളെ കൊല്ലുമോ എന്ന പേടിയാണ് ജയന്. മായ ഇയാളെ ഉപദ്രവിക്കില്ല എന്നൊരു അഷുറൻസ് ദീപയ്ക്ക് കൊടുക്കാൻ പറ്റിയാൽ. മായ നിങ്ങളൊന്നും ചെയ്യില്ല. ഉറപ്പാണോ? പിന്നല്ലാതെ അവക്ക് വട്ടാണോ? മതി, അത് മതി. അത് മതി. മാറ്റർ ഓക്കെ. ഇത് തന്നെ സ്ഥിരം. എവിടെ? ആ ആ ഇവിടെ. കൽക്കട്ടയിൽ നിന്നൊന്നും വാങ്ങി തന്നില്ലേ പറയരുത്. സാരിയാ? വെറും സാരിയല്ല, സബ്യസാജി മുഖർജി. ഗ്രീൻ ആണല്ലേ? നല്ല ക്ലാസിക് കളർ അല്ലേ? ആണ്, പക്ഷെ എനിക്ക് വേണ്ടത് ഒരു മജന്ത കളറായിരുന്നു. മജന്തയോ? നിങ്ങൾ പണ്ട് ചെന്നൈയിലെ പോണ്ടി ബസാറിന് ഒരു മജന്ത കളർ സാരി വാങ്ങി തന്ന ഓർമ്മയുണ്ടോ? ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഓർമ്മിപ്പിക്കല്ലേ എന്നെ. നിങ്ങൾക്ക് ഫാഷൻ പറ്റി എന്തറിയാ? ഞാൻ ആ സാരി ഉടുത്തിട്ട് നമ്മളെ പാച്ചര് ബാലേട്ടന്റെ മോളെ കല്യാണത്തിന് പോയപ്പേ രാജകണ്ടിയിലെ സുമ ഓളിനൊരു നോട്ടം നോക്കിക്ക്. രാരിച്ചങ്കണ്ടിയിലെ സുമ. എന്റെ കുട്ടിക്ക് ഞാൻ അടുത്തോണ്ട് ഒരു മെജന്ത വാങ്ങി തരാട്ടാ. മജന്ത കിട്ടിയില്ലെങ്കിൽ രവിയേട്ടാ നല്ലൊരു ബേബി പിങ്ക്. ഓക്കെ. രവിയും പത്മയും ഈ വീട്ടിൽ താമസിച്ചു തുടങ്ങിയിട്ടിപ്പോൾ മാസങ്ങളായി. ഇനി എൻ്റെ ഒരു ബേസിക് വാല്യുവേഷൻ പറയാം. പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ് ഒരു പുരുഷൻ്റെ ജീവിതം എന്ന് ആരും പറഞ്ഞിട്ടുണ്ട്. സത്യത കണ്ടുക്ക്. സി, ലവ് മേക്കിങ്ങിൽ ഫോർ പ്ലേ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആഫ്റ്റർ പ്ലേ. ഭാര്യ അന്നേരം സ്നേഹിച്ച് നിങ്ങൾ സംതൃപ്തനായ ശേഷം തിരിഞ്ഞു കിടന്ന് കൂർക്കം വലിച്ച് ഉറങ്ങരുത്. അത് അവളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. After that, have a coffee, go for a drive, or just hug her. ഒന്ന് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങും.